ഇപ്പൊ പറമോളെ. ഒരുപാട് മൃഗങ്ങൾക്ക് നൽകി ഞങ്ങൾ ജീവിച്ചാലും ഒരു ദിവസം പോലും ഞങ്ങൾ പേടിച്ചിട്ടില്ലായിരുന്നു. അങ്ങനെ ജീവിച്ച് ഞങ്ങളുടെ ജീവിതത്തിൽ വിധി കയറി കളിക്കാൻ തുടങ്ങി. നീ അങ്ങോട്ട് പോ, നീ ഇപ്പുറത്ത് പോ. വേഗം വാ. എന്താ അവിടെ ഒരു ശബ്ദം? അയ്യോ അടിക്കല്ലേ. എവിടെയാണ് നിന്റെ മൂപ്പൻ? എന്തിനാണ് ഞങ്ങളെ മൂപ്പൻ അന്വേഷിക്കുന്നത്? ആരാ? എന്റെ മുത്തമ്മ, നിങ്ങളെ ഞാൻ വെറുതെ മൂപ്പര് നിങ്ങൾ എന്ത് ചെയ്യുവാ? മൂപ്പരെ വിട്ടേക്ക്. വേണ്ട, മൂപ്പരെ വിട്ടേക്ക്. എന്താ പറ്റിയ? വെള്ളം എടുക്ക്, വെള്ളം എടുക്ക്. കണ്ണുറക്ക് മൂപ്പ. വെള്ളം കുടിക്ക്, വെള്ളം കുടിക്ക്. കണ്ണു തുറക്കും മൂപ്പ. ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല. തല്ലരുത്, വേണ്ട. തല്ല്, നന്നായിട്ട് തല്ല്. അവനൊന്നും ചെയ്തിട്ടില്ല. അവനെ ആ ലത്യങ്ങെടുത്തേ വേഗം. എല്ലാരും എന്നിട്ട് ചാടിയേ. ചാടാനല്ലേ പറഞ്ഞേ? ചാട്. മാധവ, എന്ത് കേസായിട്ടിരിക്കുന്നത്? എന്തെങ്കിലും പറഞ്ഞത് കേട്ടോ? രാജ്യദ്രോഹ കുറ്റത്തിന് അറസ്റ്റ് ചെയ്തിരിക്കുക. കോർട്ടിൽ ഹാൻഡ് ഓവർ ചെയ്ത് FIR എഴുതിയതിനു ശേഷമേ കേസ് മൂവ് ചെയ്യാൻ പറ്റൂ. ആദ്യം FIR കോപ്പി കിട്ടട്ടെ. അതിനുള്ളിൽ ഹയർ ഒഫീഷ്യൽസിനെ ആരെങ്കിലും കാണാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ.
അല്ല എല്ലാരും കൂടെ എങ്ങോട്ടാ? ഞങ്ങളുടെ ആൾക്കാരെ എല്ലാരും ജയിലിന്റെ അകത്ത് ഇട്ടു. അങ്ങനെ മാവോയിസ്റ്റ് നെക്സലൈറ്റ് നോട്ട് ഒരുപാട് കേസ് ഇട്ടിരിക്കുന്നു. അതാണ് അങ്ങനെ കാണാൻ വന്നത്. ഞങ്ങൾ ആകെ വിശ്വസിക്കുന്നത് നിങ്ങൾ മാത്രമാണ് സാർ. ശരി, ഒരു കാര്യം ചെയ്യേ. ആന്ധ്രയിൽ എനിക്കൊരു കോറിയുണ്ട്. കേസ് തീരുന്നത് വരെ അവിടെ ജോലി ചെയ്യേ. പക്ഷെ ഞാൻ അയച്ചതെന്ന് ആരോടും പറയാൻ പാടില്ല. ഞങ്ങളുടെ പ്രാണം പോയാൽ ആരോടും ഞങ്ങൾ പറയില്ല. എടാ എല്ലാവരും പെട്ടെന്ന് എഴുന്നേറ്റ് പുറത്തു വന്നേ. കോടതിയിൽ കൊണ്ടുപോയി നിർത്തും. നിങ്ങളെല്ലാരും തല്ലിയോന്ന് ചോദിച്ചാൽ ഇല്ല അങ്ങൊന്നേ ഞങ്ങൾക്ക് ഭക്ഷണം വാങ്ങി തന്നു പറയണം. മനസ്സിലായോ? പറയില്ലേ? ഹലോ നേതാവേ, എന്താടോ? ആരും സംശയിക്കാത്ത വിധത്തിൽ എല്ലാവരും ഒഴിവാക്കി കോറിയിൽ പൂട്ടിവെച്ച് സമാധാനായി ഇരിക്കാന്ന് വെച്ചാ അതിനിടയ്ക്ക് താനെന്തിനാടോ FIR ഇട്ടത്? പോരാത്തതിന് ഫോട്ടോയും. അതൊക്കെ ഞാൻ നോക്കിക്കോളാം. ആ ശരി, അത് വിട്ടേക്ക്. കേസെങ്കിലും അവരുടെ പേരിൽ സ്ട്രോങ് ആയിട്ട് എഴുതിയിട്ടുണ്ടോ അതോ കൊളാക്കിയോ? നേതാവേ, മാവോയിസ്റ്റ് നക്സൽ എന്നൊക്കെ പറഞ്ഞ് എല്ലാ കേസും ഇവന്മാരുടെ തലയിൽ കെട്ടിവെച്ചിട്ടുണ്ട്. ഇനി രക്ഷപ്പെടാൻ പറ്റില്ല. കോർട്ടിൽ നിന്ന് റിമാൻഡിൽ എടുക്കുന്നത് വരെയുള്ളൂ അവരുടെയൊക്കെ ജീവൻ. ഞാൻ നോക്കിക്കോളാം നേതാവേ. എന്റെ ഷെയർ. ആ കാര്യമാണോ ഫോറിൻ ഡെലിഗേറ്റ്സുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നാളെ ഡോക്യുമെന്റ് കിട്ടും. പിന്നെ 2 ദിവസം കൊണ്ട് എല്ലാം ശരിയാക്കാം. നൂറുകണക്കിന് ആൾക്കാരെ മീതെ കേസ് ഇട്ടിട്ടുണ്ട്. പക്ഷെ 10 പേരെ വന്നിട്ടുള്ളൂ. സാർ, ബാക്കിയുള്ളവരൊക്കെ രക്ഷപ്പെട്ടു. അന്വേഷിക്കുന്നുണ്ട് സാർ. നിങ്ങളുടെ മീതെ എന്തെല്ലാം കേസായിട്ടിരിക്കുന്നതെന്ന് അറിയോ? അറിയില്ല സാറേ. മരം വെട്ടിയിരുന്നോ? ഞങ്ങൾക്ക് മരം നടാനേ അറിയൂ സാറേ. കുടില് വയ്ക്കാൻ ഒരു മരം വെട്ടേണ്ടി വന്നാ ഒരു ചെറിയ ചെടി നട്ടതിന് ശേഷം ആ മരം മുറിക്കുള്ളൂ. ഞങ്ങൾ ആർക്കും ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല സാറേ ഇതുവരെ. നിങ്ങളെല്ലാവരും പോലീസിനെ ആക്രമിച്ചു എന്നും ആയുധം അടിച്ചു മാറ്റിയെന്നും നിങ്ങളെല്ലാവരും മാവോയിസ്റ്റ് ആണെന്നും. മാവോയിസ്റ്റോ? മാവോയിസ്റ്റ് എന്ന് പറഞ്ഞ എന്താ സാറേ? ഈ കേസ് രാജ്യദ്രോഹത്തിന്റെ ശിക്ഷയ്ക്ക് വരുന്നതാൽ ഈ കേസ് ഡിസ്ട്രിക്ട് കോർട്ടിലേക്ക് മാറ്റുവാൻ വേണ്ടി കൂടുതൽ ഇൻവെസ്റ്റിഗേഷനു വേണ്ടി ഞാൻ ഓർഡർ ചെയ്യുന്നു. ഈ എൻക്വയറി കഴിയുന്നത് വരെ കോടതിയുടെ പ്രൊട്ടക്ഷനിൽ ഇവരെ ഏൽപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. എന്റെ കൺട്രോളിലായിരുന്നെങ്കിൽ അവന്മാരൊക്കെ അടിച്ച് കൊന്നേനെ ഞാൻ. എൻകൗണ്ടറിൽ ചത്തെന്ന് പറഞ്ഞ് കേസ് ക്ലോസ് ചെയ്തേനെ. ഇപ്പൊ ഇങ്ങനെ ആയിപ്പോയല്ലോ. എന്തിനാ സാറ് ടെൻഷൻ ആവുന്നത്? ജയിലർ സാറിന്റെ ഫ്രണ്ട് അല്ലേ? അത് ശരിയാണല്ലോ. തന്റെ പേരെന്താടോ? വി മുത്തുവാണ് സാറേ. അച്ഛന്റെ പേര് വീരയ്യൻ. തന്റെ പേരെന്താടോ? കുമരൻ. അച്ഛന്റെ പേര് പ്രഭാകരൻ. രാജേഷ് കുമാർ. കുറ്റിപ്പുറത്ത് കേശവൻ. ഗോവിന്ദൻ. വേലായുധൻ. എടോ വാർഡൻ, അഡ്മിഷൻ ഇവരകത്തേക്ക് കൊണ്ടുപോയിക്കോ. നടക്കാൻ. വന്നേ വേഗം വന്നേ.